ക്രിപ്റ്റോ സിദ്ധാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL എങ്ങനെ ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിച്ചു. അവർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് പരാജയപ്പെടുത്തിയത്. നമുക്ക് ഈ കളിയുടെ വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് വന്നാൽ, ആദ്യം ടോസ് കിട്ടിയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് SRHനെ ബാറ്റിങ്ങിന് പറഞ്ഞേക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടി മികച്ച തുടക്കമാണ് കൊടുത്തത്. രണ്ടുപേരും കൂടി പവർ പ്ലേ നല്ല രീതിയിൽ തന്നെ അടിച്ച് കളിച്ചു. കാരണം ഒരു ഈഡൻ ഗാർഡൻസ് നമുക്ക് സ്മോൾ ഗ്രൗണ്ടാണ്, സ്മോൾ ബൗണ്ടറി. അപ്പം ലേക്ക് ഓഫ് എറർ വന്നാൽ പണിഷ് ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതാ കൊൽക്കത്തയുടെ അത്ര വലിയ ബൗളിംഗ് നിരയുമെന്നുമല്ല, SRHന്റെ ബാറ്റേഴ്സ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. പവർ പ്ലേയിൽ അവർ കൃത്യമായ സ്കോർ ചെയ്തുകൊണ്ട് പോയി 84 റൺസ് ആകുമ്പോൾ അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോകുന്നത്. 82 റൺസിന് ട്രാവിസ് ഹെഡ് മടങ്ങുന്നത്. ഹെഡ് 21 ബോളിൽ 46 റൺസാണ് ട്രാവിസ് ഹെഡ് അടിച്ച് കൂട്ടിയത്. 3 സിക്സറുകളും 6 ബൗണ്ടറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. 219 സ്ട്രൈക്ക് റേറ്റാണ് കളിച്ചത്. അഭിഷേക് ശർമ്മ മോശമാക്കിയിട്ടില്ല. അഭിഷേക് ശർമ്മ കുറെ കാലം ഫോം ഔട്ടാണെന്നൊക്കെ പറയുമ്പോഴും ശരിയാണ്. പക്ഷേ അദ്ദേഹം 21 പന്തിൽ 48 റൺ അടിച്ചു. ഈ പിച്ചിലെ സ്വഭാവം വെച്ച് അദ്ദേഹം അടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പാണല്ലോ. അദ്ദേഹം 21-48 4 സിക്സറുകളും 4 ബൗണ്ടറികളും 228 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം അടിച്ചത്. അദ്ദേഹം വരുൺ ചക്രവർത്തിക്ക് അടിച്ച് അടിയില്ല. ആ ഒരു ഓവറിൽ 21 റൺസാണ് വരുൺ ചക്രവർത്തിക്കെതിരെ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 6 വൈഡ് 6 4 അങ്ങനെ 21 റൺസ് അദ്ദേഹം അടിച്ചില്ലേ. അപ്പൊ ഈ കളിയിൽ ഇപ്പോൾ അഭിഷേക് ശർമ്മ ഔട്ടാകുമ്പോൾ ടീമിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 112ആണ്. അതിന്റെ ഇടയ്ക്ക് ഇഷാൻ കിഷൻ ഔട്ടാവുന്നുണ്ട് 111 റൺസിൽ. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഒരു ഓവറാണ് ബ്ലസ്സിംഗ് മുസറബാനെ ഔട്ടാക്കി പോകുന്നത്. ഇഷാൻ കിഷൻ കഴിഞ്ഞ കളി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. പക്ഷേ ഇക്കളി അത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ട് അദ്ദേഹത്തിന് 9 പന്തിൽ 14 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 3 ബൗണ്ടറികളും അടിച്ചിട്ടുണ്ട്. പിന്നെ ഹെൻറി ക്ലാസൻ മാസല്ലേ 35 പന്തിൽ 52 റൺ അടിച്ചില്ലേ. 4 ബൗണ്ടറിയും 1 സിക്സറുകളും ക്ലാസൻ പായിച്ചു. ക്ലാസൻ കൃത്യമായ ഘട്ടത്തിൽ സ്കോർ റൺ റേറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ഷോട്ടുകൾ കളിച്ചു. 35 പന്തിൽ 52 റൺസാണ് ഹെൻറി ക്ലാസൻ അടിച്ചത്. ക്ലാസൻ തന്നെയാണ് SRHന്റെ ഹീറോ. അതിപ്പോൾ കുറെ വർഷങ്ങളായിട്ട് കാണുന്നതാണ് നമ്മൾ. ഇക്കൊല്ലും ക്ലാസൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ അനികേത് വർമ്മ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനമായിരുന്നു. പക്ഷേ ഇക്കളി അങ്ങനെയായിരുന്നു. കളി ഫോമോട്ടയിലെ 4 പന്തിൽ 1 റൺസ് മാത്രമാണ് അനികേത് വർമ്മക്ക് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ അനികേത് വർമ്മ ഔട്ടാകുമ്പോൾ ടീമിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 118-4 9 ഓവറായിട്ടുള്ള നേരം. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ക്ലാസനും കൂടി ചേർന്ന് മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ കളി പരാജയപ്പെട്ടു. നിതീഷ് കുമാർ റെഡ്ഡി കളി 24 ബോളിൽ 39 റൺ അടിച്ചു. 162 സ്ട്രൈക്ക് റേറ്റ് ബാറ്റിൽ വീശി. 4 ബൗണ്ടറി 1 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് വന്നു. അപ്പോൾ 24 ബോളിൽ 30. അദ്ദേഹത്തിനാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചും കൊടുത്തത്. അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ഹാപ്പിയാണ്, പക്ഷേ എങ്കിലും ഈ പെർഫോമൻസ് മാത്രം പോരാ, ഇനിയും എനിക്ക് ഒരുപാട് തെളിയിക്കാനുണ്ട്, എൻ്റെ ഫോം തിരിച്ചെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഈ ഒരു കളി കൊണ്ടൊന്നും ആരും അദ്ദേഹത്തിന് ഇതാക്കേണ്ട. കാരണം IPL ആണ്, ഇനിയും കുറെ മത്സരം വരാനുണ്ടാവുകൊണ്ട് ഇനിയും ഇതുവരെ കളിക്കാൻ പറ്റണമെന്നാണ് അയാൾ വിചാരിക്കുന്നതാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെ മത്സരശേഷം കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോഴും ഹെൻറി ക്ലാസൻ ഒരു ഭാഗത്ത് തന്നെ അടിച്ചങ്ങോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ക്ലാസൻ ഔട്ടാകുമ്പോൾ ടീം ടോട്ടൽ 222 എത്തി. ക്ലാസൻ യഥാർത്ഥത്തിൽ ഔട്ടാകുന്ന അവസാനത്തെ ഓവറിലാണ്. 19-4 ഓവറിലാണ് അദ്ദേഹം ഔട്ടാകുന്നത്. പിന്നെ ശിവകുമാർ അദ്ദേഹം ഡെബ്യൂ ചെയ്യുന്നു. അദ്ദേഹം അടിക്കുന്നു 202 റൺസ്. അദ്ദേഹം ഒരു 4 അടിക്കുന്നുണ്ട്. 226 റൺസ് അദ്ദേഹം ഔട്ടാവുന്നു. അപ്പൊ ടീം ടോട്ടൽ 226-8 നിശ്ചിത 20 ഓവറിലാണ് ഈ ടോട്ടൽ വരുന്നത്. എന്നാൽ മറുപടി ഇപ്പോൾ കൊൽക്കത്തയുടെ ബോളിംഗിലേക്ക് വന്നാൽ വൈഭവ് അറോറ അമ്പയെ പരാജയപ്പെട്ടു പോയി. അത് ഞാൻ പറഞ്ഞു, ലേക്ക് ഓഫ് എറർ വന്നാൽ പണിഷ് ചെയ്യും, അത് ഉറപ്പാണ്. കാരണം സ്മോൾ ബൗണ്ടറിയാണ്. അദ്ദേഹത്തിന് 4 ഓവറിൽ 47 റൺസിന് 2 വിക്കറ്റ്. ബ്ലസ്സിംഗ് മുസറബായി 4 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മികച്ച പ്രകടനമാണ്. പക്ഷെ 41 റൺസ് പോയി. സുനിൽ നരേൻ ആ പഴയ പ്രതിഭയുണ്ടോ? സുനിൽ നരേൻ ഇപ്പോൾ 4 ഓവറിൽ 39 കിട്ടി, വിക്കറ്റ്ലെസ് ആണ്. വരുൺ ചക്രവർത്തി അദ്ദേഹം ആ ഫോം ഔട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഫോം ഔട്ട് ഡിപ്പ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഫോം. 2 ഓവറിൽ 31 റൺസാണ് വരുൺ ചക്രവർത്തി കൊടുത്തത്. കാർത്തിക് ത്യാഗിക്ക് കിട്ടിയില്ലേ 4 ഓവറിൽ 48. പിന്നെ നമ്മുടെ അനുകൂൽ റേ 2 ഓവറിൽ 16 റൺസ് കിട്ടി. അങ്ങനെ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കം മികച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓവറിൽ തന്നെ അവർ അടിയങ്ങൾ തുടങ്ങി. ഫിന്നലൻ അടിച്ചു പൊട്ടിച്ചു. 28 റൺസാണ് അദ്ദേഹം അടിച്ച് കൂട്ടിയത്. 24 റൺസാണ് അദ്ദേഹം 28 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ആ ഒരു ഓവറിൽ അദ്ദേഹം അടിച്ച് പണിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞത് ആയിരിക്കും അടി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശിവൻകുമാറിനാണ് ആദ്യത്തെ ഓവറിൽ അടി കിട്ടുന്നത്. ഡേവിഡ് പെയിനാണ് ആദ്യത്തെ ഓവറിൽ അടി കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓവറിലാണ് റൺസൊക്കെ വരുന്നത്.
പക്ഷേ ഫിന്നലിനെ ഹർഷ് ദുബെ പറഞ്ഞുവിടുന്നു കോട്ടയം ബോളാണ്. 28 റൺസ് അദ്ദേഹം പോകുന്നു. 7 പന്തിൽ 28 റൺസ്, 4 ബൗണ്ടറിയും 2 സിക്സും, 400 സ്ട്രൈക്ക് റേറ്റാണ് ബാറ്റ് വീശത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഫിന്നലിനെ പേടിക്കണം, അദ്ദേഹം നല്ല ഡിസ്ട്രക്റ്റീവ് പവറാണ്, അദ്ദേഹത്തിന് ഈ T20 ടോപ്പ് 6 പ്ലെയർ ഫിന്നലിനാണ്. അപ്പോൾ ഫിന്നലിനെ പേടിക്കണം എന്ന് പറഞ്ഞു. ഫിന്നലിനെ നല്ലോണം രീതി കളിച്ചു. എന്നാൽ അങ്ങനെ ആയിരുന്നു അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ. 200ാമത്തെ മത്സരമാണ് രഹാനയുടെ. പക്ഷെ രഹാന എന്താ എടുത്തത്? 10 പന്തിൽ 8 റൺസാണ് ക്യാപ്റ്റൻ എടുത്തത്. രഹാനയെ പറഞ്ഞുവിടുന്ന ജയദേവ് ഉണഡ്കട്ടാണ്. ഒരു ചേഞ്ച് ഓഫ് പേസ് ചെയ്യുന്നു, രഹാനെ അടിക്കാൻ നോക്കുന്നു, ക്യാച്ച് ആവുന്നു. പിന്നെ അൻക്രിഷ് രഘുവൻഷി വന്നു. രഘുവൻഷി 29 പന്തിൽ 52 റൺസാണ്. രഘുവൻഷി യഥാർത്ഥത്തിൽ ഔട്ടാവുന്നത് റൺഔട്ടാണ്. അത് കൃത്യമായ ഫീൽഡിംഗ് ആയിരുന്നു, കൃത്യമായ പ്ലാൻ ആയിരുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, റൺഔട്ട് ആവുന്നു. അദ്ദേഹം 29 പന്തിൽ 52 റൺസ്, 6 ഫോറും 2 സിക്സും അടക്കം 179 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. പിന്നെ സൺറൈസേഴ്സിന്റെ ഫീൽഡിങ്ങിനകത്ത് കുറെ മിസ് ഫീൽഡിന് തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കളി കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ക്യാമറോൺ ഗ്രീൻ, അദ്ദേഹത്തിന് പ്രൈസ് ടാഗ് വലിയ പ്രഷറായി പോയി. 2 പന്തിൽ 2 റൺസ് ഔട്ടാവുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കോമഡി ആയിരുന്നില്ല ഇത് ഔട്ടായത്, റൺഔട്ട് ആയതൊക്കെ. ക്രോസ് ചെയ്യുന്നില്ല, ഔട്ടാവുന്നു. ആദ്യം രഘുവൻഷി ഔട്ടായി, തിരിച്ചു വിളിച്ചു, ക്യാമറോൺ ഗ്രീനെ പുറത്തേക്ക് വിളിക്കുന്നു. ഒരു കോമഡി ഔട്ടായതാണത്. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇങ്ങനെ തകർന്ന അടിയാണ് ചെയ്തത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രഘുവൻഷി 124 11 ഓവറായി. പിന്നെ റിങ്കു സിംഗ് വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു. 25 പന്തിൽ 35 റൺസാണ് റിങ്കു അടിക്കുന്നത്. അദ്ദേഹം 4 ഫോറും 1 സിക്സും. അദ്ദേഹത്തിന് ഔട്ടാകും നിതീഷ് കുമാർ റെഡ്ഡിയാണ്. നിതീഷ് കുമാർ റെഡ്ഡി മികച്ച പ്രകടനമാണ് ഇന്നലെ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും കാഴ്ചവെച്ചത്. അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ റിങ്കു പോകുമ്പോൾ ടീം ടോട്ടൽ ഉള്ളത് 139. പിന്നെ സുനിൽ നരേൻ തുടക്കത്തിലെ 2 പന്ത് സിക്സറുകൾ. നരേൻ ഇവിടെ ഉണ്ട്, നരേന്റെ മികവടി പോയിട്ട് നരേൻ കാണിച്ചത്. പക്ഷെ പിന്നെന്താണ് സംഭവിച്ചത്? തൊട്ടടുത്ത മുതൽ ഔട്ടാവുന്നു. നരേൻ എടുത്തത് 4 ബോളിൽ 12 റൺസാണ്. പിന്നെ ഇപ്പോൾ കാർത്തിക് ത്യാഗി വരുന്നു. 5 പന്തിൽ 5 റൺസാണ് കാർത്തിക് ത്യാഗി എടുത്തത്. ഫസ്റ്റ് ബോൾ ബൗണ്ടറിയാണ്. അത് ഫൈൻ ലെഗിലേക്ക് ജസ്റ്റ് തട്ടിക്കൊടുക്കുന്നു, 4 അടിക്കുന്നു. പിന്നെ വൈഭവ് അറോറ 2 പന്തിൽ 1 റൺസ്. വരുൺ ചക്രവർത്തി ഗോൾഡൻ ഡക്ക് ആയിട്ട് മടങ്ങുന്നു. അങ്ങനെ 16 ഓവറിൽ അവർ ബാറ്റ് ചെയ്തിട്ടുള്ളൂ. 16 ഓവറിൽ അവരെടുത്ത റൺസ് എന്ന് പറഞ്ഞാൽ 161 റൺസാണ് അവരെടുത്തത്. അവര് ഒരു അല്പം കൂടി ശ്രദ്ധിച്ചിട്ട് കളിച്ചില്ലെങ്കിൽ KKR വിജയിക്കാമായിരുന്നു. ഇത്ര ധൃതി പിടിച്ച് കളിക്കണ്ടായിരുന്നു എന്നാണ് പറയാനുള്ളത്. കാരണം SRHന്റെ ബോളിംഗ് അത്ര മികച്ച ബോളിംഗ് ഒന്നുമല്ല. ഇന്നലത്തെ കളിയിൽ തന്നെ നമുക്കിപ്പോൾ ബോളിങ്ങിലേക്ക് വന്നാൽ ഡേവിഡ് പെറ്റ് 2 ഓവറിൽ 35 റൺസാണ് കൊടുത്തത്. ഹർഷ് ദുബെ 2 ഓവറിൽ 17, അഭിഷേക് ശർമ്മ 1 ഓവറിൽ 15, ജയദേവ് ഉണഡ്കട്ടാണ് യഥാർത്ഥത്തിൽ കളിയെ മാറ്റിയത്. 3 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു. അദ്ദേഹം ക്രൂഷ്യൽ വിക്കറ്റൊക്കെ അദ്ദേഹം എടുത്തു. അദ്ദേഹം 3 വിക്കറ്റ് ക്രൂഷ്യൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ രഹാനെ പറഞ്ഞു വിടുന്നത്. പിന്നെ കാർത്തിക് ത്യാഗിനെയും നമ്മുടെ വരുൺ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞു വിടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ഇന്നലെ കണ്ടു. പിന്നെ ഇപ്പൊ ശിവകുമാർ 4 ഓവറിൽ 41, ഡെബ്യൂ അത്ര മികച്ചായിരുന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ 17 മികച്ച പ്രകടനം. ഇഷാൻ മല്ലിക് 2 ഓവറിൽ 17. ഇഷാൻ മല്ലിക് ഒരു ഓവറിൽ അത്ര വൈഡാ കൊടുത്തത്. എന്നിട്ട് പോയി 14 റൺസ് 2 ഓവറിൽ 2 ക്രൂഷ്യൽ വിക്കറ്റുകൾ എടുത്തു. അദ്ദേഹം എടുത്ത വിക്കറ്റ് ഒന്ന് അനുകൂൽ നമ്മുടെ രമൺദീപ് സിംഗിന്റെ വിക്കറ്റും സുനിൽ നരേന്റെ വിക്കറ്റും അദ്ദേഹം എടുത്തില്ലേ. അപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ കൊൽക്കത്ത കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. കാരണം സ്വന്തം ഹോം ഗ്രൗണ്ടില് അവർക്ക് ഇതിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റും. കാരണം അത്ര നല്ല മികച്ച ബാറ്റ്സ്മാൻമാർക്കും അവർക്കുണ്ട്. ഇപ്പോൾ കൊൽക്കത്തയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അവര് ഇപ്പോൾ എന്താ പറയുക, അവർക്ക് ബോളിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബാറ്റിങ്ങിലും ഇൻകൺസിസ്റ്റന്റ് ഒരു പ്രശ്നമാണ്. അതിനൊക്കെ അവർ തിരിച്ചിരിക്കും. മനീഷ് പാണ്ഡേനെ അവര് കൊണ്ടുവരുമെന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ മനീഷ് പാണ്ഡെ വന്നാൽ ഒരു അല്പം കൂടി സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.